ശ്വസനം, ബ്രീതിങ്, ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, വളരെ ഫാസിനേറ്റിംഗ് ആയി തോന്നിയ ഒരു വിഷയമാണ്. ശ്വസനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അത്ഭുതകരമായി തോന്നുന്നവയാണ്. ബ്രീതിങ്ങിനെ കുറിച്ച് ഞാൻ മുൻപും 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അവ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ പലപ്പോഴും ശ്വസനത്തെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എടുക്കുന്നവരാണ്. അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും തിരക്കുകൾക്കിടയിൽ നമ്മൾ അതിനെ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ബ്രീതിങ് എന്ന ഫണ്ടമെന്റൽ പ്രോസസ് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിലും ക്ഷേമത്തിലും നമ്മുടെ രൂപഭാവത്തിൽ പോലും നിർണായകമായ പങ്ക് വഹിക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കൽ, മെച്ചപ്പെട്ട ഫോക്കസ്, വർദ്ധിച്ച ലങ് കപ്പാസിറ്റി, യൂത്ത്ഫുൾ അപ്പിയറൻസ് എന്നിങ്ങനെ ബോധപൂർവമുള്ള ശ്വസനത്തിന്റെ പ്രയോജനങ്ങൾ ഫാർ റീച്ചിങ് ആണ്. ഇന്ന് നമ്മൾ ദ സയൻസ് ബിഹൈൻഡ് ബ്രീതിങ്, നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, കൂടാതെ ശ്വസനം നമ്മുടെ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആദ്യം ഏതെല്ലാം മേഖലകളിൽ ശ്വസനം നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുമെന്ന് നോക്കാം. ആദ്യമായി ശാരീരിക ആരോഗ്യം, ഫിസിക്കൽ ഹെൽത്ത്. ശരിയായ ശ്വസനം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുകയും അങ്ങനെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ അത് നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ടിഷ്യൂകളിലേക്കും അവയവങ്ങളിലേക്കും ഓക്സിജൻ മികച്ച രീതിയിൽ എത്തിക്കുവാനും സഹായിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ മികച്ചതാക്കുകയും നമ്മുടെ സഹിഷ്ണുതയും സ്റ്റാമിനയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത്. ബോധപൂർവമായ ശ്വസനം മനസ്സിനെ ശാന്തമാക്കാനും ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കുന്നു. കൂടാതെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും മെന്റൽ ക്ലാരിറ്റി കിട്ടുവാനും മൂഡ് എൻഹാൻസ്മെന്റിനും വിഷാദം കുറയ്ക്കാനും സ്വയം അവബോധം വളർത്തിയെടുക്കുന്നതിനും ഇത് സഹായിക്കുന്നു. മൂന്നാമതായി വൈകാരികമായ ക്ഷേമം, ഇമോഷണൽ വെൽബീയിങ്. ബോധപൂർവമുള്ള ശ്വസനം സമ്മർദ്ദം നിയന്ത്രിക്കാനും ബേൺഔട്ട് തടയുവാനും സഹായിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും വെല്ലുവിളികളോട് കൂടുതൽ ശാന്തതയോടെ പ്രതികരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. 4. ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ശ്വസനത്തിന്റെ പങ്ക്. സമ്മർദ്ദം ഏജിംഗ് പ്രോസസ്സിനെ വേഗത്തിലാക്കുന്നു. വിട്ടുമാറാത്ത സമ്മർദ്ദം ഓക്സിഡേറ്റീവ് സ്ട്രെസ്, വീക്കം, ഹോർമോണൽ ഇംബാലൻസ് എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇവയെല്ലാം വാർദ്ധക്യത്തെ ത്വരിതപ്പെടുത്തുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം കോശങ്ങൾ, പ്രോട്ടീനുകൾ, DNA എന്നിവയെ നശിപ്പിക്കുന്ന ഹാനികരമായ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് ആന്റി ഓക്സിഡന്റുകളെ അപേക്ഷിച്ച് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നു. ആന്റി ഓക്സിഡന്റുകൾ അവയെ നശിപ്പിക്കുവാനും ശരീരത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുവാനും സഹായിക്കുന്നതാണ്. ശരിയായ ശ്വസനം ഈ ആന്റി ഓക്സിഡന്റുകളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും വീക്കം കുറയ്ക്കാൻ സഹായിക്കുകയും കോശങ്ങളിലേക്കും ടിഷ്യൂകളിലേക്കും ആവശ്യത്തിന് ഓക്സിജൻ വിതരണം ഉറപ്പാക്കുകയും അതുവഴി അകാല വാർദ്ധക്യവും വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ തടയുവാനും സഹായിക്കുന്നു. 5. ശ്വസനവും യുവത്വവും. ശരിയായ ശ്വാസോച്ഛ്വാസം കൂടുതൽ യുവത്വം നൽകുന്നു. ശരിയായ ശ്വാസോച്ഛ്വാസം രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും കോശങ്ങളിലേക്കും ടിഷ്യൂകളിലേക്കും ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുകയും ചെയ്യും. ആരോഗ്യമുള്ള ചർമ്മവും യുവത്വത്തിന്റെ തിളക്കവും നിലനിർത്താൻ ഇത് സഹായിക്കും. കൂടുതൽ ഫ്രഷ് ആകാനും റിജുവനേറ്റഡ് ആകാനും ശരിയായ ഉറക്കം ആവശ്യമാണ്. ഇതിനായി ശരിയായ ശ്വസനം നമ്മെ സഹായിക്കുന്നു. സെല്ലുലാർ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാനും വിട്ടുമാറാത്ത ശരീരവീക്കം കുറയ്ക്കുവാനും ശ്വസനം സഹായിക്കുന്നത് മൂലം നമ്മുടെ യൂത്ത്ഫുൾനെസ് നിലനിർത്തുവാൻ ശ്വസനം സഹായിക്കുന്നു. 6. ശ്വസനവും സക്സസും. ശരിയായ ശ്വസനത്തിലൂടെ സമ്മർദ്ദത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മൊത്തത്തിലുള്ള മികച്ച പ്രകടനത്തിനും അത് കാരണമാകുന്നു. ശരിയായ ശ്വസനം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നത് വഴി കോഗ്നിറ്റീവ് ഫങ്ഷൻസ് മെച്ചപ്പെടുകയും അങ്ങനെ മികച്ച മെമ്മറി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ക്രിയേറ്റിവിറ്റി എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശരിയായ ശ്വസനം ശരീരത്തിലെ കോശങ്ങളിലേക്കും ടിഷ്യൂകളിലേക്കും ആവശ്യമായ ഓക്സിജൻ വിതരണം ഉറപ്പാക്കുന്നു. ഇത് ഒപ്റ്റിമൽ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ശ്വസനത്തിലൂടെ ശാരീരിക ആരോഗ്യം വർദ്ധിക്കുന്നത് മൂലം നമ്മുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനും വിജയം കൈവരിക്കുന്നതിനുമുള്ള ഊർജവും കരുത്തും നമുക്കുണ്ടാകാനുള്ള സാധ്യത
കൂടുതലാണ്. ശരിയായ ശ്വസനത്തിലൂടെ ഇമോഷണൽ ബാലൻസ് നേടുന്നത് വഴി വെല്ലുവിളികളെയും തിരിച്ചടികളെയും കൈകാര്യം ചെയ്യാൻ നമ്മൾ കൂടുതൽ സജ്ജരാകുന്നു. 7. ശ്വസനവും ആത്മവിശ്വാസവും. മുൻപ് പറഞ്ഞതുപോലെ പല ബ്രീതിങ് ടെക്നിക്സും ശരീരത്തിന്റെ സ്ട്രെസ് റെസ്പോൺസിനെ ചെറുക്കുന്നു, ഫോക്കസ് മെച്ചപ്പെടുത്തുന്നു, വൈകാരിക നിയന്ത്രണത്തിന് സഹായിക്കുന്നു, ഫിസിക്കലി റിലാക്സ്ഡ് ആക്കുന്നു, മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. ഇവയെല്ലാം നമ്മുടെ ആത്മവിശ്വാസം ബൂസ്റ്റ് ചെയ്യുവാൻ സഹായിക്കുന്നു. 8. ആത്മീയ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത്. ബോധപൂർവമുള്ള ശ്വാസോച്ഛ്വാസം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു, എ സെൻസ് ഓഫ് യൂണിറ്റി വളർത്തുന്നു. ഇത് ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കുന്നു. 9. മെച്ചപ്പെട്ട ഉറക്ക നിലവാരം. നമ്മെ കൂടുതൽ റിലാക്സ്ഡ് ആക്കുന്നതിലൂടെയും സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും ശരിയായ ശ്വസനം മികച്ച ഉറക്കത്തിലേക്ക് നയിക്കുന്നു. അബ്നോർമൽ ബ്രീതിങ് പാറ്റേൺസ്, ഉദാഹരണമായി സ്ലീപ്പ് അപ്നിയ പോലെയുള്ളവ നമ്മുടെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും. ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ ശ്വസന രീതിയും ഉറക്കത്തിന്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. 10. ശ്വസനവും ആയുസ്സും. ശരിയായ ശ്വസനം കോശങ്ങളിലേക്കും ടിഷ്യൂകളിലേക്കും ആവശ്യത്തിന് ഓക്സിജൻ ഉറപ്പാക്കുന്നു, സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, സെല്ലുലാർ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നു, വീക്കം കുറയ്ക്കുന്നു, അങ്ങനെ നമ്മുടെ ആയുസ് മെച്ചപ്പെടുത്തുന്നു. സ്ട്രെസ് ഹോർമോണുകൾ, രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് എന്നിവയെ നിയന്ത്രിക്കുന്നതിലൂടെ ശ്വസനം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. നവജാത ശിശുക്കൾ പലപ്പോഴും ആദ്യം ശ്വസിക്കുന്നത് അവരുടെ വയറുകൊണ്ടാണ്. ബെല്ലി ബ്രീതിങ് എന്നറിയപ്പെടുന്ന ശ്വസന രീതിയാണിത്. ഇതിനർത്ഥം അവർ ഇൻഹേലും എക്സേലും ചെയ്യുമ്പോൾ അവരുടെ വയറ് അവരുടെ നെഞ്ചിനേക്കാൾ കൂടുതൽ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുവെന്നാണ്. ഈ പാറ്റേൺ മിക്ക മുതിർന്നവരും ഉപയോഗിക്കുന്ന ചെസ്റ്റ് ഡോമിനന്റ് ബ്രീതിങ്ങിനേക്കാൾ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് നവജാത ശിശുക്കൾ ഇങ്ങനെ ശ്വസിക്കുന്നത്, ബെല്ലി ബ്രീതിങ് ഉപയോഗിക്കുന്നത്? ഇതിന് ചില കാരണങ്ങളുണ്ട്. ആദ്യമായി, കുഞ്ഞുങ്ങളിൽ ഫ്ലെക്സിബിളായ ഡയഫ്രം എന്ന ശ്വാസകോശത്തിന് താഴെയുള്ള ഡോം ഷേപ്പിലുള്ള പേശി നവജാത ശിശുക്കളെ അവരുടെ വയറ് കൂടുതൽ എളുപ്പത്തിൽ വികസിപ്പിക്കുവാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, അവരുടെ ശ്വാസകോശം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ വയറിനെ ആശ്രയിച്ചുള്ള ബ്രീതിങ് ചെയ്യുന്നു. മൂന്നാമതായി, നവജാത ശിശുക്കൾക്ക് അവരുടെ ശ്വാസനാളങ്ങൾ ക്ലിയർ ആക്കാനും പുറം ലോകവുമായി പൊരുത്തപ്പെടുവാനും സഹായിക്കുന്ന സ്വാഭാവിക റിഫ്ലെക്സ് ആണ് ബെല്ലി ബ്രീതിങ്. നവജാത ശിശുക്കൾ പ്രായമാകുമ്പോൾ അവരുടെ ശ്വസന രീതികൾ ക്രമേണ മിക്ക മുതിർന്നവരും ഉപയോഗിക്കുന്ന ചെസ്റ്റ് ബ്രീതിങ് ആയി മാറുന്നു. ഈ പരിവർത്തനം നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇത് ഒരു സാധാരണ ശ്വസന രീതിയാണെങ്കിലും സ്ട്രെസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ചെസ്റ്റ് ബ്രീതിങ്, ഡയഫ്രമാറ്റിക് ബ്രീതിങ് എന്നറിയപ്പെടുന്ന ബെല്ലി ബ്രീതിങ്ങിന്റെ അത്ര എഫിഷ്യന്റ് അല്ല, കാര്യക്ഷമമല്ല. കാരണം ചെസ്റ്റ് ബ്രീതിങ്ങിൽ പലപ്പോഴും ആഴം കുറഞ്ഞ ശ്വാസമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കോശങ്ങളിൽ എത്തുന്ന ഓക്സിജന്റെ അളവ് പരിമിതപ്പെടുത്തുകയും ടെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആഴം കുറഞ്ഞ ശ്വാസോച്ഛ്വാസം ശരീരത്തിന്റെ സ്ട്രെസ് റെസ്പോൺസിനെ ട്രിഗർ ചെയ്യുകയും കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ റിലീസാകാനും ഈ വർദ്ധിച്ച സമ്മർദ്ദം ഉത്കണ്ഠയ്ക്കും ഓവർവെൽമിനും കാരണമാവുകയും ചെയ്യും. എന്നാൽ മുതിർന്നവർക്ക് ഈ ചെസ്റ്റ് ബ്രീതിങ്ങിൽ നിന്നും മാറി ബെല്ലി ബ്രീതിങ്ങിലേക്ക് വരുന്നത് പൂർണ്ണമായും സാധ്യമാണ്. ആദ്യം ബെല്ലി ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അസ്വാഭാവികമായി തോന്നിയേക്കാമെങ്കിലും സ്ഥിരമായ പരിശീലനത്തിലൂടെ ഇത് നിങ്ങളുടെ സ്ഥിരമായ ശ്വസന രീതിയായി മാറും. ബെല്ലി ബ്രീതിങ്ങിന്റെ ചില ഗുണങ്ങൾ ഇവയാണ്. ബെല്ലി ബ്രീതിങ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നു. ഇതുമൂലം നമ്മൾ റിലാക്സ്ഡ് ആകുന്നു. ബെല്ലി ബ്രീതിങ് ഓക്സിജൻ ഇൻടേക്ക് വർദ്ധിപ്പിക്കും, മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. മറ്റൊന്ന്, ബെല്ലി ബ്രീതിങ്ങിലൂടെ മെന്റൽ ക്ലാരിറ്റി ഉണ്ടാകാൻ കാരണമാകുന്നു. മറ്റൊന്ന്, ഇംപ്രൂവ്ഡ് സ്ലീപ്പ് ക്വാളിറ്റി. കൂടാതെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. ഇടയ്ക്കിടെ ചെസ്റ്റ് ബ്രീതിങ്ങിലേക്ക് മടങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് ഉയർന്ന ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ. എന്നിരുന്നാലും നിങ്ങളുടെ പ്രൈമറി പാറ്റേണായി ബെല്ലി ബ്രീതിങ്ങിനെ മാറ്റുന്നത് പല ഹെൽത്ത് ബെനിഫിറ്റ്സിനും കാരണമാകും. മറ്റൊരു കാര്യം, പൊതുവെ ഇൻഹേൽ ചെയ്യുന്നതിനേക്കാൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം ദൈർഘ്യമുള്ള എക്സേൽ ചെയ്യുന്നത് ഗുണകരമാണ് എന്നുള്ളതാണ്. ദൈർഘ്യമേറിയ എക്സേലിംഗ് നമ്മെ റിലാക്സ്ഡ് ആക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനും ശരീരത്തിലെ വേസ്റ്റ് ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഇത് അനുവദിക്കുന്നു.
ഇത് ശ്വാസകോശ ശേഷി, അതായത് ലങ് കപ്പാസിറ്റിയെ മെച്ചപ്പെടുത്തുന്നു. ആഴത്തിലുള്ള ശ്വാസം എടുത്ത ശേഷം ഒരാൾക്ക് പുറത്തേക്ക് കളയാൻ കഴിയുന്ന, എക്സേൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി ശ്വാസമാണ് ലങ് കപ്പാസിറ്റി. ഉയർന്ന ലങ് കപ്പാസിറ്റി പൊതുവെ മെച്ചപ്പെട്ട മൊത്തത്തിലുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും വ്യക്തിഗത ആവശ്യങ്ങളും മുൻഗണനയും അനുസരിച്ച് ഇൻഹേലിന്റെയും എക്സേലിന്റെയും അനുയോജ്യമായ അനുപാതം, റേഷ്യോ വ്യത്യാസപ്പെടാമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ മുതിർന്നവർക്ക് മിനിറ്റിൽ 12 മുതൽ 18 വരെയുള്ള ഹെൽത്തിയായ ശ്വസന നിരക്ക് നിലനിർത്തുന്നത് പ്രയോജനകരമായിരിക്കും. ഡയഫ്രമാറ്റിക് അല്ലെങ്കിൽ ബെല്ലി ബ്രീതിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഐഡിയൽ ബ്രീതിംഗ് ഇൻഹേലും എക്സേലും ചെയ്യാൻ ഡയഫ്രം ഉപയോഗിക്കുന്ന ഒരു ബ്രീതിംഗ് ആണ്. ഇത്തരത്തിലുള്ള ശ്വസനം സമ്മർദ്ദം കുറയ്ക്കാനും ഫോക്കസ് മെച്ചപ്പെടുത്താനും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ബെല്ലി ബ്രീതിംഗ് പ്രാക്ടീസ് ചെയ്യാൻ സ്വസ്ഥമായിരുന്ന് ഒരു കൈ നെഞ്ചിലും മറ്റൊന്ന് വയറിലും വയ്ക്കുക. ഇത് നിങ്ങളുടെ ഡയഫ്രമിന്റെ ചലനം തിരിച്ചറിയാൻ സഹായിക്കും. ഇനി സാവധാനത്തിലും ആഴത്തിലും മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യാം. ശ്വാസം അകത്തേക്ക് എടുക്കാം. ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വയർ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ നെഞ്ച് താരതമ്യേന നിശ്ചലമായി വയ്ക്കുവാൻ ശ്രമിക്കുക. ഇനി സാവധാനത്തിലും പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വായയിലൂടെ വിടാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ വയറ് ചുരുങ്ങാൻ അനുവദിക്കുക. അതുപോലെ എക്സേലിംഗ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിന്നും എല്ലാ വായുവും പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുക. ഇത് പതിവായി പരിശീലിക്കുവാൻ പരിശ്രമിക്കുക. ഓരോ ദിവസവും 5 മുതൽ 10 മിനിറ്റ് ബെല്ലി ബ്രീതിംഗ് പരിശീലിക്കാൻ തീരുമാനമെടുക്കുക. ഉറങ്ങുന്നതിന് മുൻപോ എഴുന്നേൽക്കുമ്പോഴോ നിങ്ങൾക്കിത് ഉൾപ്പെടുത്താം. ഇങ്ങനെ ശ്വസിക്കുമ്പോൾ ആ ഒരു സെൻസേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വയറ് ഉയരുകയും താഴുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇതൊരു വ്യായാമമായി കണക്കാക്കുന്നതിനു പകരം നിങ്ങൾ ലൈഫ് ഫോഴ്സാണ് അകത്തേക്ക് എടുക്കുന്നതെന്ന് സങ്കല്പിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. നിങ്ങളിൽ പോസിറ്റിവിറ്റിയും ഉന്മേഷവും നിറയുന്നതായും മനസ്സിൽ കാണാം. ബ്രീതിംഗ് ബയോളജിക്കലായ ഒരു നെസസിറ്റി മാത്രമല്ല, നമ്മുടെ ശാരീരികവും മാനസികവും അതുപോലെ വൈകാരികവുമായ ക്ഷേമത്തിന് ഇത് വളരെ പവർഫുൾ ആയ ഉപകരണമാണ്. ബ്രീതിങ്ങിന്റെ പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഫലപ്രദമായ ബ്രീതിംഗ് ടെക്നിക്സ് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ അധികം പ്രാധാന്യമൊന്നും നൽകപ്പെടാതെ അവഗണിക്കപ്പെട്ട രീതിയിൽ കിടക്കുന്ന ശ്വസനത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ശ്വസനവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ കിട്ടുവാനും അതിന്റെ പല ആപ്ലിക്കേഷനുകളും അത്ഭുതകരമായ നേട്ടങ്ങൾ മനസ്സിലാക്കാനും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം ആഴത്തിൽ ശ്വസിക്കാം. സിമ്പിളും അഗാധവുമായ ഈ പ്രവൃത്തിയുടെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ കണ്ടെത്താം.